എന്താ രത്നമ്മേ, നിന്റെ മുഖത്ത് ആരെങ്കിലും ചുട്ടി കുത്തിയോ? ഓ, വന്നപ്പോഴേ അതാണോ കണ്ടുപിടിച്ചത്? ഇപ്പോഴാണ് രത്നമ്മേ ഞാനിതൊക്കെ കാണേണ്ടതും അറിയേണ്ടതും. ജാനിക്കുട്ടി എവിടെ? ജാനി, ഇതൊക്കെ ഞാൻ മറ്റു പലരും പറഞ്ഞറിയേണ്ട കാര്യമാണ് രത്നമ്മേ. ഞാൻ നിങ്ങൾക്ക് അത്ര അന്യായി പോയോ? പനി വന്നപ്പോ തൊട്ട് ഞാൻ എന്റെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഫോൺ ചെയ്യുകയും ആരെ അറിയിക്കുകയും ഒന്നും ചെയ്തിട്ടില്ല. പനി മാറി നീ കുളിച്ചിട്ട് 3 ആഴ്ചയായില്ലേ? അത് കഴിഞ്ഞ് ഇപ്പോഴാണ് നീ മുറുക്കി പുറത്തിറങ്ങുന്നത്? എല്ലാ കാര്യവും എപ്പോഴും ഓർത്തൊന്നും വരികയല്ല. നിന്റെ അമ്മയെ അറിയിക്കുന്ന കാര്യം നീ ഓർത്തല്ലോ അല്ലേ? എന്റെ കാര്യം എന്താ രത്നമ്മ നീ മറന്നുപോയത്? എന്റെ അമ്മയെ ഞാൻ അറിയിച്ചു. വിജയേട്ടന്റെ അമ്മയെ അറിയിക്കേണ്ടത് വിജയേട്ടനായിരുന്നില്ലേ? ആ, വിജയേട്ടന്റെ അമ്മ അല്ലേടി? എന്ന് വെച്ചാ നിന്റെ ആരും അല്ലെന്ന്. നീ ആടി യഥാർത്ഥ മരുമോള്. അമ്മായിയമ്മയെ പെറ്റമ്മയായിട്ട് കണക്കാക്കാനുള്ള ഹൃദയവിശാലതയൊന്നും എനിക്കില്ല. അല്ലെങ്കിൽ നിന്റെ ഹൃദയവിശാലതയെ പറ്റി നീ വർണ്ണിക്കണ്ട. ഈ കൊച്ചിനോട് നീ ചെയ്യുന്നത് കണ്ട ആർക്കും അത് ബോധ്യപ്പെടും. ഓ, എടുത്ത് തലയെ വെച്ച് പുനരിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടല്ലോ. എന്താ രത്നമ്മ നീ ഇത്ര കാര്യമായിട്ട് ചെയ്തത്? പനി പിടിച്ച് എണ്ണീക്കാൻ വയ്യാത്ത ഈ കൊച്ചിനെ ഒറ്റക്കിട്ടിട്ട് നീ ഉദ്യോഗത്തിന് പോയതോ? നീ സുഖമില്ലാതെ കിടന്നപ്പം ഇവളല്ലേടി നിന്റെ ശുശ്രൂഷയും ഈ വീട്ടിലെ ജോലിയൊക്കെ ചെയ്തത്? എന്നെ നോക്കാൻ എന്റെ അമ്മയുണ്ടായിരുന്നു. ഓ, അതിന്റെ വിശേഷം ഞാൻ അറിഞ്ഞു. അവര് 2 ആഴ്ച ഇവിടെ സുവാസത്തിന് വന്നപ്പോ ജാനിക്കുട്ടിക്ക് ആ തള്ളയുടെ കാല് തിരുമേണ്ട ഗതികേട് കൂടി വന്നു. ഇതൊക്കെ ആര് പറഞ്ഞു അമ്മയോട്? ഒക്കെ വെറും നുണയാ. നേരാണോ നുണയാണോന്ന് ഇവള് പറയട്ടെ. സത്യമല്ലേ ജാനിക്കുട്ടി ഞാൻ പറഞ്ഞത്?